ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി ഫിഷറും വിക്സലും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫിഷർ ആൻഡ് വിക്സൽ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. ഇർവിൻ ഫിഷർ ആൻഡ് നട്ട് വിക്സൽ വെയർ ടു ഇൻഫ്ലുവൻഷ്യൽ എക്കണോമിക്സ്. അതായത് ഇവരുടെ സംഭാവനകൾ എക്കണോമിക്സിനെ വളരെ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഹു ഡെവലപ്ഡ് ഇമ്പോർട്ടന്റ് തിയറീസ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് പലിശ നിരക്കിനെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറികൾ ഇവർ രണ്ടുപേരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബട്ട് ദേ അപ്രോച്ച് ദ സബ്ജക്ട് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. പക്ഷേ ഇവരുടെ അപ്രോച്ച്, ആ വിഷയത്തോടുള്ള സമീപനം രണ്ട് ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നായിരുന്നു. ആ സമീപനം എന്താണെന്നാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇർവിൻ ഫിഷർ എന്ന എക്കണോമിക്സിന്റെ ആ ഒരു അപ്രോച്ച് നോക്കാം. ഇദ്ദേഹത്തിന് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, അത് പലിശ നിരക്കും ആ ഒരു പണപ്പെരുപ്പവും തമ്മിലുള്ള ബന്ധമാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ഫിഷർ എഫക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിഷർ ഡെവലപ്ഡ് ദ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറി ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും റിയൽ ഇൻട്രസ്റ്റ് റേറ്റും. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒരു ബാങ്ക് 5% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു വെക്കുക. അതായത് ഇത് ഇൻഫ്ലേഷൻ കണക്കിലെടുക്കാതെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ആ ഒരു പലിശ നിരക്കാണ്. ഓക്കെ, എന്നാൽ ഇൻഫ്ലേഷനും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഇത്രയും പണപ്പെരുപ്പം ഉള്ള സമയത്ത് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ അതിന്റെ എഫക്ട് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇദ്ദേഹത്തിന്റെ ഇർവിൻ ഫിഷറിന്റെ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫിഷർ എഫക്ട്. ഓക്കെ, ഇദ്ദേഹമാണ് ഫിഷർ എഫക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിച്ച് എക്സ്പ്ലെയിൻസ് ഈ ഫിഷർ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻഫ്ലേഷനും നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറയുന്നത് ഫിഷർ എഫക്ട് എന്ന് പറയുന്നത്. ഫിഷർ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഫിഷർ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതായത് I is equal to R plus pi raised to E എന്ന് പറയും. അതായത് ഈ ഇക്വേഷനിൽ വേർ I എന്ന് പറയുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, നേരത്തെ പറഞ്ഞ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. R എന്ന് പറയുന്നത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, പൈ റൈസ് ടു E എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ആ ഒരു ഇക്വേഷനാണ് ഇദ്ദേഹം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിലെ ഇംപ്ലിക്കേഷൻസ്, ഇതിൽ ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ, ഇത് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇഫ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ റൈസ്, ഞാൻ നേരത്തെ കാണിച്ച ഇക്വേഷനുള്ള ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തും കൂടുകയാണ്, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ആൾസോ റൈസ്. അതിനോടൊപ്പം നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം കീപ്പിംഗ് ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ഇൻ ദ ലോങ് റൺ. അപ്പോഴത്തേക്ക് ലോങ് റണ്ണിൽ ഈ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിട്ട് നിൽക്കും, അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പം സെൻട്രൽ ബാങ്ക്സ്, അപ്പൊ ഇവിടെ സെൻട്രൽ ബാങ്കിന്റെ റോൾ എന്താണ്, സെൻട്രൽ ബാങ്ക്സ് നീഡ് ടു കൺസിഡർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് വെൻ സെറ്റിംഗ് മോണിറ്ററി പോളിസി. അപ്പൊ ഇതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് സെറ്റ് ചെയ്യുന്നതിന്, മോണിറ്ററി പോളിസീസ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, ആ പലിശ നിരക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം. ഫിഷേഴ്സ് തിയറി ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസീസ്. മോഡേൺ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസീസിന് ഒരു അടിസ്ഥാനമാണ് ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, അത് മാത്രമല്ല ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോളിസിയാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇനി നമുക്ക് നട്ട് വിക്സലിന്റെ വ്യൂ പോയിന്റ് നോക്കാം. ഇദ്ദേഹം ഇതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യുമുലേറ്റീവ് പ്രോസസ് ആണ്. ഇവിടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റും നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും ഒന്നുമില്ല. ഇവിടെ ഒറ്റ ഇൻട്രസ്റ്റ് റേറ്റേ ഉള്ളൂ, നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അതും ക്യുമുലേറ്റീവ് പ്രോസസ്സും. ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിന്റെ ടൈറ്റിൽ വരുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിക്സൽ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇദ്ദേഹമാണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിനെ വിക്സെലിയൻ റേറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഹി ഡെവലപ്ഡ് ദ ക്യുമുലേറ്റീവ് പ്രോസസ് തിയറി. ഇദ്ദേഹമാണ് ക്യുമുലേറ്റീവ് പ്രോസസ് തിയറി ഡെവലപ്പ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് എക്സ്പ്ലെയിനിങ് ഹൗ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലുവൻസ് ഇൻഫ്ലേഷൻ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് ഇൻഫ്ലേഷനെയും എക്കണോമിക് സ്റ്റെബിലിറ്റിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് നാച്ചുറൽ വേഴ്സസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് നോക്കാം. അതായത് നാച്ചുറൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിനെ R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ദ റേറ്റ് അറ്റ് വിച്ച് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം. അതായത് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും, ആൾക്കാർ എത്ര സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസും ഫേംസും അവർ സേവ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ആ ഒരു റേറ്റിനെയാണ് എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി, അതായത് പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ദ റേറ്റ് സെറ്റ് ബൈ ബാങ്ക്സ്. ബാങ്കുകൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു റേറ്റ് ആണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, അതായത് ബാങ്കുകളും ഫൈനാൻഷ്യൽ മാർക്കറ്റും കൂടെ ചേർന്ന് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ആ ക്യുമുലേറ്റീവ് പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇഫ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ലെസ് ദാൻ നാച്ചുറൽ റേറ്റിനെക്കാട്ടിയും കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നതാണ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ. അവിടെ ക്രെഡിറ്റ് എക്സ്പാൻഷൻ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ക്രെഡിറ്റ് ക്രിയേഷനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഇവിടെ ഇട്ടേക്ക്, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അവിടെ ക്രെഡിറ്റ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, പണപ്പെരുപ്പം ഉണ്ടാവുന്നു. ഈ ഞാൻ മേൽ പറഞ്ഞ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ. നേരെ തിരിച്ചാണെങ്കിലോ, ഇഫ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നാച്ചുറൽ റേറ്റിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. ക്രെഡിറ്റ് കോൺട്രാക്ഷൻ അഥവാ ഡീഫ്ലേഷൻ, പണ ചുരുക്കം ഉണ്ടാകുന്നു, ഡീഫ്ലേഷൻ ഒക്കേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഇഫ് ദ സെൻട്രൽ ബാങ്ക് കീപ്സ് ദ മാർക്കറ്റ് റേറ്റ് ബിലോ ദ നാച്ചുറൽ റേറ്റ് ഫോർ ടു ലോങ്, ഒരുപാട് നാള് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഈ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നാച്ചുറൽ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിയും കുറവായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുന്നവരാണ് ബാങ്കുകൾ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് നാള് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ പ്രോസസ് തുടർന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് അൺസസ്റ്റൈനബിൾ ബൂംസ്, അതായത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ബൂംസ് എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻഫ്ലേഷൻ, പിന്നെ അസറ്റ് ബബിൾസ് ഒക്കെ ഉണ്ടാകുന്നത്, അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടക്കുന്നു. അസറ്റ് ബബിൾ എന്ന് പറയുന്നത് ഒരു ബബിൾ പോലെ തന്നെയാണ്, അതായത് എപ്പോഴും പൊട്ടിപ്പോവാം. മനസ്സിലായില്ലേ? അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അതായത് ഇപ്പം സ്റ്റോക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിന്റെ വാല്യൂ, ഉദാഹരണത്തിന് ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഫണ്ടമെന്റൽ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യും, സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് മേടിച്ച് കൂട്ടും. പെട്ടെന്ന് അതിന്റെ വാല്യൂയും കുറയും. അതൊരു ജസ്റ്റ് ഒരു ബബിൾ മാത്രമാണത്. അതാണ് ഈ അസറ്റ് ബബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നട്ട് വിക്ഷലിന്റെ വ്യൂ പോയിന്റ് ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. ഇംപ്ലിക്കേഷൻസ്, അതായത് വിക്ഷൽസ് തിയറി ഈസ് എ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ മോണിറ്ററി പോളിസി. ഇദ്ദേഹത്തിന്റെ ഈ തിയറി എന്ന് പറയുന്നത് മോഡേൺ മോണിറ്ററി പോളിസിക്ക് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറയാണ്. ഓക്കെ, സെൻട്രൽ ബാങ്ക്സ് യൂസ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് നമുക്കറിയാം സെൻട്രൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ടു സ്റ്റെബിലൈസ് ഇൻഫ്ലേഷൻ, അത് പണപ്പെരുപ്പത്തെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിന് ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്യും. ആൻഡ് പ്രിവെന്റ് എക്കണോമിക് ഫ്ലക്ച്വേഷൻ, അതായത് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് സെൻട്രൽ ബാങ്ക്സ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്യും. ഹിസ് ഐഡിയാസ് ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ എക്കണോമിക്സ്, അതായത് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ മറ്റ് എക്കണോമിസ്റ്റുകൾക്ക് ഇൻഫ്ലുവൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ഇൻക്ലൂഡിങ് കെയ്ൻസ്, അതായത് കെയ്ൻസ് ഉൾപ്പെടെയാണെന്ന് ആലോചിക്കുക. കെയ്ൻസ് ആൻഡ് ഓസ്ട്രിയൻ സ്കൂൾ, കെയ്ൻസ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾക്ക് ഇത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും വ്യൂ പോയിന്റ് തമ്മിലുള്ള കീ ഡിഫറൻസ് നോക്കാം. കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷർ ആൻഡ് വിക്സൽ. അതായത് ഞാൻ 3 കോളായിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത്: ഫീച്ചേഴ്സ്, ഫിഷർ, വിക്സൽ. ഓക്കെ, ആദ്യം ഫീച്ചേഴ്സ്. ആ ഫോക്കസ് എന്നുള്ള ഫീച്ചർ പറയുമ്പോഴത്തേക്ക് ഫിഷറിന്റെ കാര്യത്തിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ഇൻഫ്ലേഷൻ. ഈ ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇദ്ദേഹം പറയുന്നത്. വിക്സൽ ആണെന്നുണ്ടെങ്കിലോ റോൾ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ മോണിറ്ററി ഇക്വിലിബ്രിയം, അതായത് മോണിറ്ററി ഇക്വിലിബ്രിയത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ റോളാണ് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അത് കീ കോൺസെപ്റ്റ്. ഫിഷറിന്റെ ആണെങ്കിൽ എന്താണ്? ഫിഷർ എഫക്ട്, അതായത് നോമിനൽ വേഴ്സസ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെത്. ഇവിടെ ആണെങ്കിലും വിക്ഷലിന്റെ ആണെന്നുണ്ടല്ലോ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് വേഴ്സസ് മാർക്കറ്റ് റേറ്റ് ആണ് വിക്ഷലിന്റെ അഭിപ്രായത്തിൽ. അടുത്ത ഇൻഫ്ലേഷൻ കോസ്, പണപ്പെരുപ്പത്തിനുള്ള കാരണം ആയിട്ട് ഇദ്ദേഹം പറയുന്നത്, ഫിഷർ പറയുന്നത് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ അഫക്ട്സ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. മനസ്സിലായില്ലേ? എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇൻഫ്ലേഷൻ, ആ ഒരു വ്യൂ പോയിന്റ് ആണ് ഇദ്ദേഹത്തിൻ്റെത്. എന്നാൽ വിക്ഷലിന്റെ ആണെന്നുണ്ടെങ്കിലോ മിസ്മാച്ച് ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് നാച്ചുറൽ ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നാച്ചുറൽ ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ഒരു മിസ്മാച്ച് ആണ് ഇദ്ദേഹം എടുത്ത് കാണിക്കുന്നത്. അടുത്ത പോളിസി റിലവൻസ്. പോളിസി, രണ്ടുപേരുടെയും ആ ഒപ്പീനിയൻസ് എങ്ങനെയാണ് പോളിസിക്ക് പ്രയോജനം ചെയ്യുന്നത്? ഫിഷറിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആൻഡ് മോണിറ്ററി പോളിസിക്ക് പ്രയോജനം ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്. ഓക്കെ, ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നതിനും മോണിറ്ററി പോളിസിക്കും. എന്നാൽ വിക്ഷനിലാണെന്നുണ്ടെങ്കിലോ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ്സിനാണ് ഇദ്ദേഹത്തിന്റെ പോളിസി. ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ്സിനാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു വ്യൂ പോയിന്റ് പ്രയോജനം ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷേഴ്സ് വർക്ക് എക്സ്പ്ലെയിൻസ് ഹൗ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, അതായത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഇൻഫ്ലുവൻസ് ഇൻട്രസ്റ്റ് റേറ്റിനെ സ്വാധീനിക്കുന്നത് എന്നാണ് ഈ ഫിഷറിന്റെ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായില്ലേ? വിക്ഷൽ തിയറി ആണെന്നുണ്ടെങ്കിലോ എക്സ്പ്ലെയിൻസ് ഹൗ ഡീവിയേഷൻസ് ഫ്രം ദ നാച്ചുറൽ റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നാച്ചുറൽ റേറ്റിൽ നിന്നുള്ള ഡീവിയേഷൻ എന്തിനെ അഫക്ട് ചെയ്യുന്നു? ഇൻഫ്ലേഷനെ അഫക്ട് ചെയ്യുന്നു. ആൻഡ് ബിസിനസ് സൈക്കിളിനെയും ഈ നാച്ചുറൽ റേറ്റിൽ നിന്നുള്ള ഡീവിയേഷൻ ഇത് രണ്ടിനെ അഫക്ട് ചെയ്യുന്നതാണ് വിക്ഷൽ പറയുന്നത്. ബോത്ത് തിയറീസ് റിമെയിൻ ഫണ്ടമെന്റൽ ഇൻ മോണിറ്ററി പോളിസി. രണ്ട് തിയറിയും മോണിറ്ററി പോളിസിക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് സെൻട്രൽ ബാങ്കിങ് ടുഡേ, അതായത് സെൻട്രൽ ബാങ്കിങ്ങിനും മോണിറ്ററി പോളിസിക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് തിയറീസും. അപ്പോൾ രണ്ടും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.